ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. വിഷ്ണുവിനെ തട്ടിക്കൊണ്ടുപോയ ഗുണ്ട ശാലിനിക്ക് ഫോൺ ചെയ്ത് പറയുക 3 മണിക്കൂർ തരും, അതിനുള്ളിൽ പൈസ കൊണ്ട് തന്നില്ലെങ്കിൽ നിങ്ങൾ വിഷ്ണുവിൻ്റെ കാര്യം അങ്ങ് മറന്നേക്ക്. ശാലിനി സങ്കടത്തോടെ പറയാം, അയ്യോ ബാക്കി പൈസ കൂടെ ഞാൻ എത്രയും പെട്ടെന്ന് അറേഞ്ച് ചെയ്ത് തരാം, പെട്ടെന്ന് എനിക്ക് അത്രയും പൈസയെ അറേഞ്ച് ചെയ്യാൻ പറ്റിയുള്ളൂ. പോലീസ് വന്നതൊന്നും എൻ്റെ അറിവോടുകൂടിയല്ല. വീണ്ടും ഞാൻ പറയുവാണ്, 3 മണിക്കൂർ, അതിനുള്ളിൽ പണവുമായിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് വരണം. വന്നാൽ നിങ്ങൾക്ക് വിഷ്ണുവിനെ ജീവനോടെ കൊണ്ടുപോകാം, അല്ലെങ്കിലേ വിഷ്ണുവിൻ്റെ ശവം നാളെ റെയിൽവേ ട്രാക്കിലോ ഏതെങ്കിലും പുഴയിലോ കാണും. നിങ്ങൾ പണം എവിടെ എത്തിക്കണമെന്നേ അല്പം കഴിഞ്ഞ് ഞാൻ പറയാം എന്നും പറഞ്ഞ ഗുണ്ട ഫോൺ അങ്ങ് കട്ട് ചെയ്യുവാണ്. ശാലിനിയാണെങ്കിൽ കിടന്ന് ഹലോ ഹലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. രാമുവേട്ടൻ ശാലിനിയോട് ചോദിക്കുന്നത്, എന്താ കുഞ്ഞെ, അവർ വിഷ്ണു സാറിനെ വിട്ടുതരത്തില്ലയോ? ഇനി 3 മണിക്കൂർ കൂടെ അവരെനിക്ക് സമയം തന്നിട്ടുള്ളൂ, അതിനുള്ളിൽ ഞാൻ പണവുമായിട്ട് ചെല്ലണമെന്നാണ് പറയുന്നത്. നമ്മളിനി എന്താ കുഞ്ഞെ ചെയ്യേണ്ടത്? നമുക്ക് തിരിച്ചു പോകാൻ രാമുവേട്ട. നമ്മളിനി വരുന്നതേ പോലീസുകാരറിയാതെ വേണം വരേണ്ടത്. പോലീസ് ഓഫീസർ റസാക്ക് മേയർ പോലീസുകാരോട് പറയുന്നത്, എന്നാലും നമ്മുടെ കൺമുന്നിൽ കൂടിയാ അവന്മാരാ പണം അടിച്ചുകൊണ്ട് പോയത്. എവിടേക്കാണ് അവന്മാർ പോയതെന്ന് പോലും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. സാറേ, അതിന് കളക്ടറുടെ നിർദ്ദേശം ഉള്ളതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ദൂരെയല്ലായിരുന്നോ നിന്നിരുന്നത്. അവരുടേത് പെട്ടെന്നുള്ളൊരു അറ്റാക്കും ആയിരുന്നല്ലോ. അവരത്രയും വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യുമെന്ന് നമ്മൾ ഊഹിക്കണമായിരുന്നു. അവരാണെങ്കിൽ ബുദ്ധിപരമായ കാര്യങ്ങൾ നീക്കി, നമ്മളാണെങ്കിൽ എല്ലാം പാഴാക്കുകയും ചെയ്തു. സാറേ, കളക്ടർ മാഡം വന്നാലേ ഇനിയുള്ള പ്ലാനുകളൊക്കെ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ മാഡത്തിനൊപ്പം ഉണ്ടായിരുന്നുവെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞുറപ്പിച്ച രീതിയിൽ തന്നെ ഡീല് നടക്കാൻ സാധ്യതയില്ല. സാർ എന്തുവാ പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അത് നമ്മൾ വിഷ്ണുവിനെ റിലീസാക്കുന്നത് മാത്രമല്ലായിരുന്നല്ലോ നമ്മുടെ പ്ലാൻ. അതിന് തുനിഞ്ഞിറങ്ങിയവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക. നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം അവന്മാർ ചിന്തിച്ചുവെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ കളക്ടർ ശാലിനിയുടെ വണ്ടി അങ്ങോട്ട് വരുന്നുണ്ട്. ശാലിനി കാറിൽ നിന്ന് ഇറങ്ങി വരുവാണ്. ശാലിനി നല്ല ദേഷ്യത്തിലാണ് വരുന്നത്. ശാലിനിയുടെ വരവ് കണ്ടപ്പോഴേ പോലീസ് ഓഫീസർ മാഡം എന്ന് വിളിക്കുമ്പോൾ, ഞാൻ പറഞ്ഞതല്ലേ റസാക്കെ, എനിക്ക് പണവും മറ്റു കാര്യങ്ങളും ഒന്നും വിഷയമല്ലെന്ന്. എൻ്റെ ആവശ്യം വിഷ്ണുവേട്ടനെ രക്ഷിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. പക്ഷെ അതാണ് നിങ്ങൾ എൻ്റെ കൂടെ നിന്ന് തകർത്തത്. മാഡം, എനിക്കൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞില്ലേ? അവർ ചോദിച്ച പണം കൊടുക്കാൻ ഞാൻ തയ്യാറായിരുന്നു. അപ്പോൾ റസാക്കാണ് പറഞ്ഞത് അവർ പറഞ്ഞതിനേക്കാളും കുറച്ച് പണം കൊടുത്താൽ മതിയെന്ന്. അത് ഞാൻ അനുസരിക്കുകയും ചെയ്തല്ലോ. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞ കാര്യം റസാക്ക് എന്തുകൊണ്ട് അനുസരിച്ചില്ല? എനിക്ക് പോലീസിന്റെ സഹായം ഇല്ലെന്ന് എനിക്ക് അവരെ ബോധ്യപ്പെടുത്തണമായിരുന്നു. അത് നിങ്ങൾ പാലിച്ചില്ല. അതുകൊണ്ട് എന്തായി? അവർ വിഷ്ണുവേട്ടനെ എനിക്ക് വിട്ടു തന്നില്ല. റസാക്ക് ചോദിക്കുക, മാഡം ഇപ്പം എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത്? എന്താണ് മാഡത്തിൻ്റെ ഇനിയുള്ള നീക്കം? എനിക്ക് എൻ്റെ വിഷ്ണുവേട്ടനെ രക്ഷിക്കണം. അതിനുവേണ്ടി അവർ പറഞ്ഞ ചില ഡിമാൻഡുകൾ ഞാൻ അംഗീകരിച്ചിരിക്കുക. പക്ഷേ അതിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അത് കേട്ടിട്ട് റസാക്ക് പറയാം, അപ്പോൾ അവരുടെ മുന്നിൽ തോറ്റു കൊടുത്തിട്ട് അവർ പറഞ്ഞ പണം കൊടുത്ത് പ്രോത്സാഹിപ്പിക്കണമെന്നാണോ? ഞാൻ റസാക്കിനോടൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ചിവിടെ ജയിക്കാൻ നോക്കിയിട്ട് ഇപ്പോൾ എന്തായി? അതുകൊണ്ട് എനിക്കിനി നിങ്ങളുടെ ആരുടെയും സഹായം വേണ്ട. എൻ്റെ കാര്യം ഇനി ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞ് ശാലിനി പോകുമ്പോൾ റസാക്ക് പിന്നാലെ ചെല്ലുന്നുണ്ട്. ശാലിനിയുടെ, ദയവ് ചെയ്ത് നിങ്ങൾ ആരും എൻ്റെ പിന്നാലെ വരരുത്. അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്നതിനേക്കാൾ ഞാനിപ്പോൾ മുൻകൈ എടുക്കുന്നത് എൻ്റെ വിഷ്ണുവേട്ടൻ്റെ രക്ഷ മാത്രമാണ്. അതുകൊണ്ട് എന്നെ എൻ്റെ വഴിക്ക് വിട്ടേരെ. പിന്നൊരു കാര്യം, സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കരുത്. അങ്ങനെ റസാക്കിനോട് പറഞ്ഞിട്ട് ശാലിനി ദേഷ്യത്തോടെ കാറിൽ കയറി അങ്ങ് പോവുകയാണ്. റസാക്കിനാണെങ്കിൽ ഇതിൽപ്പരം ഒരു നാണക്കേടും ഇൻസൾട്ടും ഇല്ല. അയാൾ ആകെ വിഷമിച്ച് കൈകൊണ്ടിങ്ങനെ ആഞ്ഞടിക്കുവാണ് ആ വണ്ടിയേല. ഈ സമയത്ത് മഹേന്ദ്രനാണെങ്കിൽ ന്യൂസ് പേപ്പർ നോക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് നിർമ്മലയെ വിളിക്കുന്നു, നിർമ്മലെ കുറച്ച് വെള്ളം ഇങ്ങെടുത്തോണ്ട് വാ, എനിക്ക് വല്ലാത്തൊരു ദാഹം. അതിന് ഇന്നലെ എന്താ കഴിച്ചത്? ഗോതമ്പിൻ്റെ ചപ്പാത്തി ഒന്നും കഴിച്ചില്ലല്ലോ. അതെന്താ നിർമ്മലെ, വെള്ളം ദാഹം വരുന്നത് എന്തെങ്കിലും കഴിക്കുന്നത് കൊണ്ടാണോ? അതെങ്ങനെ വരുന്നതല്ലേ? നിർമ്മല പറയുക, അതെ, ഈ ശിവനെ ഇങ്ങനെ വിട്ടാൽ എങ്ങനെയാ? ഇന്നലെ പോയ ചെക്കന ഇതുവരെയും വീട്ടിൽ വന്നിട്ടില്ല. ഇവനിത് എവിടെ കറങ്ങി നടക്കുക? മഹേന്ദ്രൻ പറയുക, അതിന് എൻ്റെ നിയന്ത്രണത്തിൽ കഴിഞ്ഞ കാലമൊക്കെ അങ്ങ് പോയില്ലേ? അവൻ്റെ വഴി സ്വയം തീരുമാനിക്കാൻ തുടങ്ങിയിട്ടേ കാലങ്ങൾ കുറേ ഏറെയായി. നിർമ്മല പറയുക, അങ്ങനെ പറഞ്ഞ് ഒഴിവാക്കി നിർത്താൻ പറ്റുമോ? മകനായി പോയില്ലേ? എടി, നിനക്കറിയില്ലേ, മക്കൾ തന്നോളം ആയാൽ താനെന്ന് വിളിക്കണമെന്ന്. നമ്മളിനി അങ്ങനെ കണ്ടില്ലെങ്കിൽ ജനിപ്പിച്ച തന്തയെ താനെന്ന് വിളിക്കുന്ന മക്കളാ ചുറ്റുമുള്ളത്. അതൊക്കെ അറിഞ്ഞുകൊണ്ട് ഇടപെടുമ്പോൾ സൂക്ഷിച്ചിടപെടണം. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ജനറേഷൻ്റെ അടുത്ത്. എന്ത് ജനറേഷൻ്റെ കാര്യം പറഞ്ഞാലും മക്കളല്ലാതെ ആകുന്നില്ലല്ലോ. വഴി പിഴച്ച് പോകാതിരിക്കാനേ നമ്മളാൽ കഴിയുന്നതൊക്കെ നമ്മൾ തന്നെ ചെയ്യണം. ഏതായാലും അവൻ ഇങ്ങോട്ട് വരട്ടെ, ഞാൻ സംസാരിക്കാം. വീടിനോടും ഇവിടെ ഉള്ളവരോടും ഒക്കെ ഉത്തരവാദിത്തം വേണമെന്ന് ഞാൻ പറയാം. ഇങ്ങനെ കാള കളിച്ച് നടന്നേ ഉള്ള ജീവിതം നശിപ്പിക്കരുതെന്നും പറയാം.
കേക്കുമെങ്കിൽ കേക്കട്ടെ, നമ്മൾ എങ്ങനെ വളർത്തിയ ചെക്കനാ. ഇപ്പോഴാണെങ്കിൽ നേരെ നിന്നൊന്ന് മിണ്ടാൻ പോലും പേടിയാ. വായിന്ന് വീഴുന്നത് എന്താണെന്ന് പോലും പറയാൻ പറ്റില്ല. എടി നിർമ്മല, നീ പോയി എനിക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് വാ. അത് ചേട്ടാ, എനിക്കൊരാഗ്രഹം. അവൻ്റെ വിവാഹം നമുക്ക് പെട്ടെന്നങ്ങ് നടത്തിയാലോ? ചിലപ്പോഴേ ഒരു പെണ്ണ് അവൻ്റെ ജീവിതത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ അവൻ ചിലപ്പോഴങ്ങ് നന്നായാലോ? എൻ്റെ മോനെ ചുണയുള്ളവനാകണമെന്നേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷേ അല്പം കൂടിപ്പോയോന്ന് എനിക്കിപ്പോൾ ഒരു സംശയം. എൻ്റെ ചേട്ടാ, അത് മാറാനുള്ള വഴിയാ ഞാൻ ഈ പറഞ്ഞത്. എൻ്റെ നിർമ്മല, നീ എന്തുപോയി പറയുന്നത്? ഒരു പെണ്ണിൻ്റെ കണ്ണുനീരും കൂടെ ഒപ്പം ചേർക്കണമെന്നാണോ നീ പറയുന്നത്? എന്തായാലും അവൻ വരട്ടെ, കാര്യങ്ങൾ ഏത് രീതിക്കാ പോകുന്നതെന്നൊന്ന് നോക്കട്ടെ, എന്നിട്ട് എന്ത് വേണമെന്ന് തീരുമാനിക്കാം. നിർമ്മലെ, എന്താ പെണ്ണിൻ്റെ പേര്? ഏത് പെണ്ണിൻ്റെ? ആ യോഹന്നാൻ്റെ മകളുടെ. അവളുടെ പേര് ഡെയ്സി. യോഹന്നാൻ്റെ കുരുട്ടുബുദ്ധിയൊന്നും ആ കൊച്ചിനില്ല. അവൾക്കാണെങ്കിൽ ശിവനെ വലിയ കാര്യവുമാണ്. ഈ സമയത്ത് ഡെയ്സിയാണെങ്കിൽ കരഞ്ഞോണ്ടിങ്ങനെ സ്കൂട്ടിയിൽ മഹേന്ദ്രൻ്റെ വീട്ടിലോട്ട് വന്നിരിക്കുവാണ്. ആൻറ്റീന്നും പറഞ്ഞ് കരഞ്ഞോണ്ട് ഓടി വരുവാണ് ഡെയ്സി. ഡെയ്സിയെ കണ്ടതും അവർ രണ്ടുപേരും ഇങ്ങനെ അമ്പരന്ന് നിൽക്കുക. എന്തിനാ കുഞ്ഞെ ഇങ്ങനെ കരയുന്നത്? ആൻറ്റി, ശിവനെ അവരെല്ലാവരും കൂടെ ചേർന്ന് കൊല്ലാറാക്കി. അത് കേട്ടതും മഹേന്ദ്രൻ ചാടി എഴുന്നേറ്റിട്ട്, എന്ത് കൊല്ലാറാക്കിയെന്നോ? അതെ അങ്കിളെ എന്നും പറഞ്ഞ് ഡെയ്സി ആ ഉണ്ടായ സംഭവങ്ങളെല്ലാം വിവരിച്ച് പറയുവാണ്. മഹേന്ദ്രനും ഭാര്യയും ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് ഒരു ഫോൺ വരുന്നുണ്ട് മഹേന്ദ്രൻ്റെ ഫോണിലോട്ട്. ഒരു ഡോക്ടറാണ് വിളിക്കുന്നത്. മഹേന്ദ്ര, ഇത് മാധവനാണ്. പറയൂ ഡോക്ടർ, ശിവനെ ഒരു അപകടത്തിൽപ്പെട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഡോക്ടറെ, എൻ്റെ മോന്, അത് മഹേന്ദ്രൻ ഇങ്ങോട്ട് വരൂ, നമുക്ക് നേരിൽ സംസാരിക്കാം. ഞാൻ ദാ ഇപ്പം തന്നെ വരാം ഡോക്ടർ. ശിവൻ ഹോസ്പിറ്റലാണെന്നാണ് അറിയുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ഡെയ്സിയും നിർമ്മലയും പൊട്ടിക്കരയുവാണ്. ശാലിനിയാണെങ്കിൽ പലരോടും പണം ആവശ്യപ്പെടുന്നുണ്ട് വിഷ്ണുവിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി. അപ്പോഴൊരാൾ വന്നിട്ട് പറയുന്നു, മേഡം ഇത്രയധികം പണം ഉടനെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനതാ നോക്കട്ടെന്നൊന്ന് പറഞ്ഞത്. ശാലിനി അയാളോട് പറയുവാണ്, പെട്ടെന്ന് ഇത്രയധികം തുകയുടെ ഒരു ആവശ്യം മുന്നിൽ വന്നു പെട്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മയിൽ വന്നത് പവിത്രൻ ജ്വല്ലറിയാണ്. അയ്യോ എൻ്റെ മേഡത്തിൻ്റെ ഓർമ്മയിലൊക്കെ ഞാൻ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെ എനിക്ക് അഭിമാനമുള്ളൊരു കാര്യമാണ്. ഇതുവരെയും എൻ്റെ ജ്വല്ലറിയിലോട്ട് മേഡം വന്നിട്ടില്ലല്ലോ. ഇവിടെ അടുത്താ, വാ മേഡം ഒന്ന് കയറിയിട്ട് പോകാം. ശാലിനി ആകെ വെപ്രാളത്തിൽ നിൽക്കുവാണ്. ശാലിനി പറയാം, പിന്നൊരിക്കലാകട്ടെ, ഇപ്പം ചെയ്തു തീർക്കേണ്ട കുറേ അത്യാവശ്യ സംഗതികളുണ്ട്. ഞാനിപ്പോൾ അതിൻ്റെ ഒരു ഓട്ടത്തിലാണ്. എനിക്കും തോന്നി മേഡം, ഇല്ലെങ്കിൽ ഇത്രയധികം തുക മേഡം ആവശ്യപ്പെടില്ലല്ലോ. അങ്ങനെ അയാൾ ബ്രീഫ് കേസ് തുറന്ന് നോട്ട് കെട്ടുകൾ കാണിച്ചിട്ട് പറയുന്നു, മേഡം പറഞ്ഞ തുക അത്രയും ഉണ്ട്. ശാലിനി സങ്കടത്തോടെ പറയുന്നു, ഇതിനെങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഇതെപ്പോൾ തിരിച്ചു തരും എന്നുള്ള ഡേറ്റും എനിക്കിപ്പോൾ പറയാൻ പറ്റുന്നില്ല. പക്ഷേ ഒരു 2 മാസത്തിനുള്ളിൽ ഞാനിത് തിരിച്ചു തന്നിരിക്കും. ഇതിൻ്റെ പലിശയും ചേർത്ത് ഞാൻ തരാം. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഈ പെട്ടിയിൽ ഞാൻ എത്ര പണമാണോ വെച്ചിരിക്കുന്നത് അത് മാത്രം എനിക്ക് തിരിച്ചു തന്നാൽ മതി മേഡം. മേഡത്തിനോട് പലിശ മേടിച്ചാൽ ഞാൻ വെറും പലിശക്കാരനായി മാറിപ്പോവില്ലേ? സുഹൃത്താണെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇനി എപ്പോഴെങ്കിലും ഇതുപോലെ ആവശ്യം വന്നാൽ മേഡം എന്നെ ധൈര്യത്തെ വിളിച്ചോ. മേഡത്തിനെ സഹായിക്കാൻ കഴിയുന്നത് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ശിവൻ അങ്ങനെ ഹോസ്പിറ്റലിൽ ബോധമൊക്കെ തെളിഞ്ഞ് ആൻ്റണി ശിവനെ അടിച്ച രംഗങ്ങളൊക്കെ ഇങ്ങനെ ശിവൻ ഓർക്കുവാണ്. ഡെയ്സിയുടെ കഴുത്തിന് ചുറ്റിപ്പിടിച്ചോ ഡേവിസ് തോക്ക് ചൂണ്ടി കാണിച്ചതും എല്ലാം ഇങ്ങനെ ഓർക്കുവാണ്. ഈ സമയത്ത് ശാലിനി പണവുമായിട്ട് വിഷ്ണുവിനെ രക്ഷിക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. ശാലിനിയാണെങ്കിൽ വിഷ്ണുവിൻ്റെ ഫോണിലോട്ട് വിളിച്ചു നോക്കുന്നുണ്ട്. അപ്പോൾ സ്വിച്ച് ഓഫ് എന്നാണ് വരുന്നത്. ഈ സമയം ഒരു കാറിൽ മഹേന്ദ്രനും ഡെയ്സിയും കൂടെ ഹോസ്പിറ്റലിലോട്ട് വരുവാണ്. നെഞ്ചിനിട്ടുള്ള ചവിട്ടായിരുന്നല്ലോ ആൻ്റണിയുടേത്. ശിവൻ ഇങ്ങനെ ഇരുന്ന് നെഞ്ചു തടവുവാണ്. അപ്പോൾ ശിവൻ്റെ അടുത്തോട്ട് മഹേന്ദ്രനും ഡെയ്സിയും കൂടെ വരുവാണ്. അവരെ കണ്ടതും ശിവൻ ഇങ്ങനെ ആകെ അന്തം വിട്ട് നോക്കുക. മഹേന്ദ്രൻ ശിവൻ്റെ അടുത്തോട്ട് വന്നിട്ട് ദേഷ്യത്തോടെ, എന്താ വാടായി കാണുന്നത്? എഴുന്നേറ്റ് വാടാ ഇങ്ങോട്ട്. അവന്മാരെ 2 എണ്ണത്തിനെയും കൊന്നിട്ട് നീ വന്നാൽ മതി. എടാ, നീ ജയിലിൽ കയറാതിരിക്കാനുള്ള വഴി ഞാൻ നോക്കിക്കോളാമെന്ന്. അച്ഛാ, അത് പിന്നെ നീ ഒന്നും പറയണ്ടാടാ. നീ മാണിക്കോത്ത മഹേന്ദ്രൻ്റെ മകനാ. മഹേന്ദ്രൻ ആണായിട്ട് തന്നെയാ ഇത്രയും നാളും ജീവിച്ചത്. നീയും അങ്ങനെ തന്നെ ആകണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടടാ. കട്ടിലിരിക്കുന്ന ശിവനെ പിടിച്ച് പൊക്കുവാണ്. എഴുന്നേറ്റ് വാടാ ഇങ്ങോട്ട്. അവന്മാരെ 2 പേരെയും തീർത്തിട്ട് വേണമെങ്കിൽ നീ ഇവിടെ വന്ന് കിടന്നു. ഡെയ്സി കരഞ്ഞോണ്ട് പറയുക, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, നീ ഒന്ന് മാറി നിൽക്കുക കൊച്ചേ അങ്ങോട്ട്. ഇത് ഞങ്ങളുടെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. നിന്റെ ചേട്ടൻ്റെ കാര്യം പോക്കാടി. ഇനി ഇവനിത് ചെയ്തില്ലെങ്കിലോ ഞാൻ പോയി ചെയ്യും. ഒന്നും പിന്നത്തേക്ക് മാറ്റിവെക്കുന്ന പതിവൊന്നും നമുക്കില്ലല്ലോടാ. എടാ ശിവ, വീണ് പോയാൽ പിന്നെ കൊന്നേക്കാനാ പറയുന്നത്. ഇല്ലെങ്കിൽ തിരിച്ചെണീറ്റ് എന്ന് പോരിന് വരുമെന്നുള്ള മുന്നറിയിപ്പ് കൊടുത്തിട്ടേ പോരൂ.
അതാണടാ നമ്മുടെ പാരമ്പര്യം. അത് കാത്തു സൂക്ഷിച്ചിട്ടുള്ള സുഖ ചികിത്സയൊക്കെ മതിയടാ. പാടാ ഇങ്ങോട്ട് എന്നും പറഞ്ഞ ശിവനെയും കൊണ്ട് പോകാനൊരുങ്ങുമ്പോൾ ഡോക്ടർ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നു, എന്താ മഹേന്ദ്ര ഈ കാണിക്കുന്നതൊക്കെ? ഇയാളെ എവിടെ കൊണ്ടുപോവാ? ഡോക്ടറെ, സാധാരണ ഇവൻ എല്ലാവർക്കും അടി കൊടുക്കാറാണ് പതിവ്. എന്നാലേ അത് തെറ്റിച്ചുകൊണ്ട് അവൻ ഇന്ന് അടി മേടിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു കീഴ്വഴക്കവേ മാണിക്കോത്തിന് ഇല്ല ഡോക്ടറെ. വാങ്ങിച്ചത് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് അച്ഛനും മകനും ഉറക്കം വരത്തില്ല. അതുകൊണ്ട് ഡോക്ടറെ, അതൊന്ന് തിരിച്ചു കൊടുത്തിട്ടേ ഞാൻ ഉടനെ തന്നെ ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഡോക്ടർ പറയാ, മഹേന്ദ്ര നിങ്ങൾ എന്തായി പറയുന്നത്? ഇയാളുടെ ശരീരം ഒരു തരത്തിലും ഇപ്പോൾ അനങ്ങാൻ പാടില്ല. എടാ ഞാനിപ്പോൾ വരും, നീ പോകാൻ റെഡി ആയിക്കോണം എന്നും പറഞ്ഞ് മഹേന്ദ്രൻ അവിടുന്ന് പോവുകയാണ്. ഡെയ്സി ആണെങ്കിൽ ശിവനെ പിടിച്ചിട്ട് ശിവാന്നും പറഞ്ഞ് കരയുവാണ്. ഈ സമയം മഹേന്ദ്രനെ വിളിച്ചിട്ട് ഡോക്ടർ റൂമിലോട്ട് പോയിരിക്കുവാണ്. ഡോക്ടർ പറയുക, മഹേന്ദ്ര ഞാൻ പറയുന്നത് മഹേന്ദ്ര ശ്രദ്ധിച്ച് കേൾക്കണം. ശിവന്റെ ആന്തരിക അവയവങ്ങൾക്ക് നല്ല കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നില്ല. സ്കാനിങ്ങും മറ്റ് ചികിത്സാ രീതികളും ടെസ്റ്റുകളും ഒക്കെ നടത്തിയിട്ടുണ്ട്. അത് കേട്ടിട്ട് മഹേന്ദ്ര സങ്കടത്തോടെ ചോദിക്കുക, അവൻ എന്താ ഡോക്ടറെ? റിസൾട്ട് വരട്ടെ മഹേന്ദ്ര, ഞാൻ പറയാം. റിസൾട്ട് കണ്ടിട്ടേ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റൂ. അതുവരെയും ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ പോലും പറ്റാത്ത കണ്ടീഷനിലാണ് അയാൾ. ഡോക്ടറെ, പാരമ്പര്യമായിട്ടേ ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റ് ആണെന്ന് ഡോക്ടർക്ക് അറിയാമല്ലോ. ഇനി അതെൻ്റെ മകനും കൂടി. മഹേന്ദ്രൻ ടെൻഷനാകണ്ട, എന്തായാലും റിസൾട്ട് വരട്ടെ. അതുവരെ ശിവന് പൂർണ്ണ വിശ്രമം ആവശ്യമാണ്. അവനെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിപ്പിക്കരുത്. പ്രതികാരമൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം മഹേന്ദ്ര. ആദ്യം മകൻ്റെ ജീവൻ രക്ഷിക്കാൻ നോക്ക്. ഡെയ്സി ആണെങ്കിൽ ശിവന്റെ ഓരോ മുറിവുകളും തൊട്ടുനോക്കി കരയുവാണ്. ശിവൻ പറയുക, കരയണ്ട, എനിക്കൊന്നുമില്ല. എന്നാലും എൻ്റെ ശിവ, നിന്നെ അവര് ഡേവിസ് എന്തും ചെയ്യും ഡെയ്സി. അത് ഒഴിവാക്കാൻ വേണ്ടിയാ ഞാൻ അങ്ങനെ ചെയ്തത്. ഡോക്ടർ പറഞ്ഞതെല്ലാം കേട്ട് മഹേന്ദ്രൻ ശിവന്റെ അടുത്തോട്ട് വരിക. ശിവൻ മഹേന്ദ്രനെ കണ്ടപ്പോൾ പറയുന്നു, പോകാ അച്ഛാ, ഞാൻ റെഡിയാ. നീ ഇരിക്കും മോനെ. അച്ഛാ, അത് നീ ഇരിക്കടാ, നമുക്ക് ചിലതൊക്കെ ഒന്ന് ആലോചിക്കാനുണ്ട്. ഞാനിനി റസാഖിനോട് പറയുക, ഞാനിനി എന്ത് ചെയ്യണം റസാഖ്? അവർ പറഞ്ഞതുപോലെ നിങ്ങളെയെല്ലാം കൂട്ടാതെ ഞാൻ പറഞ്ഞ തുകയൊപ്പിച്ച് ഞാൻ അവരെ വിളിക്കാനൊരുങ്ങിയതാ. പക്ഷെ അവരിപ്പോൾ ഫോൺ എടുക്കുന്നില്ല. എനിക്ക് പിടിച്ചു നിൽക്കാനുള്ള ശക്തി നഷ്ടപ്പെട്ടു. വിഷ്ണുവേട്ടനെയും കൊണ്ടല്ലാതെ എനിക്ക് എൻ്റെ വീട്ടിലോട്ട് ചെല്ലാൻ ഒക്കില്ല. ശാലിനി പൊട്ടിക്കരഞ്ഞോണ്ട് പറയുക, ഞാനിനി എന്താ ചെയ്യണ്ടേ? അവർ പറഞ്ഞത് പ്രകാരം മുഴുവൻ തുകയുമായിട്ടല്ലേ ഞാൻ വന്ന് നിൽക്കുന്നത്. അതവർ വാങ്ങിയിട്ട് എൻ്റെ വിഷ്ണുവേട്ടനെ തരുന്നതിന് അവരെന്തിനാ മടിക്കുന്നത്? ഇനി എൻ്റെ വിഷ്ണുവേട്ടനെ അവർ വല്ലതും ചെയ്തു കാണുമോ? റസാക്ക് പറയുക, അങ്ങനെയൊന്നും ചിന്തിച്ച് മനസ്സ് വിഷമിപ്പിക്കേണ്ട കാര്യമില്ലെന്നാ മേഡം ഞാൻ പറയുന്നത്. മേഡത്തിൻ്റെ ഹസ്ബൻഡാണെങ്കിൽ അവർക്കിപ്പോൾ പൊന്മുട്ടയിടുന്ന താറാവ് തന്നെയാണ്. അതില്ലാതാക്കാൻ അവരെന്തായാലും നോക്കില്ല. പിന്നെ എന്തുകൊണ്ടാണ് അവരിങ്ങനെ ഒഴിഞ്ഞു മാറുന്നത്? ക്യാഷ് കൈ കിട്ടിയ സമയം മുതൽ ഞാൻ അവരെ വിളിച്ചുകൊണ്ടിരിക്കുവാണ്. അവരെന്താ ഇപ്പോൾ ഫോൺ എടുക്കാത്തത്? അതാണ് റസാക്ക് എന്നെ ഇപ്പോൾ ഭയപ്പെടുത്തുന്നത്. റസാക്ക് പറയാ, മാഡം സംഭവിച്ചതൊക്കെ നമുക്കൊന്ന് റീവൈൻഡ് ചെയ്ത് നോക്കാം. ആദ്യം അവൻ പറഞ്ഞ പ്രകാരം നമ്മൾ പണവുമായിട്ട് ചെല്ലുന്നു. അവർ പറഞ്ഞ അത്രയും തുക നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. മാഡത്തിൻ്റെ ഹസ്ബൻഡിനെ തിരിച്ചേൽപ്പിക്കാതിരിക്കാൻ അവർ പറയുന്ന രണ്ട് കാരണങ്ങൾ. ഒരു കുറവ് അവർ പറയുന്നത് പറഞ്ഞ തുകയിലുള്ള കുറവാണ്, മറ്റൊന്ന് പോലീസിന്റെ സാന്നിധ്യം. അതൊക്കെ. എന്നാൽ രണ്ടാമത് അവർ ആവശ്യപ്പെടുന്നത് പറഞ്ഞ തുകയുടെ ഇരട്ടിപ്പണമാണ്. മാഡം പണമൊക്കെ സെറ്റാക്കി ആരുടെയും സഹായമില്ലാതെ മാഡം അവരെ വിളിക്കുന്നു. പക്ഷേ അവരുടെ ഫോണിലേക്ക് കോൾ പോകുന്നില്ല. ഇതാണ് നിലവിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതേ റസാക്കെ, അവരുടെ പിന്മാറ്റം അതെന്തിനാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. മാഡത്തിന് സങ്കടപ്പെടുത്താനോ മനസ്സ് തളർത്താനോ പറയുവാണെന്ന് വിചാരിക്കരുത്. അവരുടെ കസ്റ്റഡിയിൽ മാഡത്തിൻ്റെ ഹസ്ബൻഡ് വിഷ്ണു എന്ന് പറയുന്ന ആൾ ഇല്ലെങ്കിലോ? റസാഖ് എന്താണ് പറയുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഇല്ല മാഡം, അങ്ങനെയും സംഭവിക്കാവല്ലോ. നമ്മളെ ബോധ്യപ്പെടുത്താനായി കിഡ്നാപ്പ് ചെയ്യപ്പെട്ട വ്യക്തിയുടെ ഒരു ഫോട്ടോയോ ശബ്ദ സന്ദേശമോ ഒന്നും തന്നെ നമുക്ക് അയച്ചു തന്നിട്ടും ഇല്ലല്ലോ. ആകെയുള്ള ഒരു ഉറപ്പ് നമ്മളെ പറഞ്ഞ് ധരിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു വാക്ക്. ആ ഒരു ഉറപ്പിൻ്റെ പുറത്താണ് അവർ പറഞ്ഞതനുസരിച്ച് നമ്മൾ ആദ്യത്തെ തവണ തന്നെ പണം കൊണ്ടുപോയി അവർക്ക് കൊടുത്തത്. അതവർ വാങ്ങുകയും ചെയ്തു. പക്ഷെ ആളെ തന്നില്ല. അതെന്താ? അവർ പറയുന്ന ന്യായങ്ങളുടെ പുറത്തല്ല അവർ നമുക്ക് ആളെ തരാത്തത്. ഒന്നുകിൽ അവരുടെ കയ്യിൽ നിന്ന് ആള് രക്ഷപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റെന്തോ ഒന്ന് അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ എന്താ റസാക്കെ ചെയ്യേണ്ടത്? മാഡം, ഞാൻ നേരത്തെ പറഞ്ഞ പ്രകാരം മാഡത്തിൻ്റെ ഹസ്ബൻഡ് അവിടുന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാഡം വീട്ടിലെത്തുമ്പോൾ മാഡത്തെ കാത്ത് അദ്ദേഹം വീട്ടിലുണ്ടാകും. ഇത് ഉറപ്പാ മാഡം. ശാലിനി കരഞ്ഞുകൊണ്ട് പറയുക, സർവേശ്വര അങ്ങനെ തന്നെ സംഭവിക്കണേ. അങ്ങനെ വരാനേ വഴിയുള്ളൂ മാഡം. അല്ലെങ്കിൽ ഇത്രയും വലിയൊരു തുക അവർ ഉപേക്ഷിക്കില്ല മാഡം. പിന്നാണെങ്കിൽ രണ്ടാമത്തെ ഒരു അറ്റംപ്റ്റിലേ അവർ പിടിക്കപ്പെടുമെന്ന് അവർ വിചാരിച്ചിരിക്കും. ഓൺലൈൻ പണമിടപാടുകളൊക്കെ അങ്ങനെ തന്നെയാണല്ലോ മാഡം.
പണം തിരിച്ചു പിടിക്കാൻ ഒറ്റ ദിവസത്തെ പരാക്രമമേ കാണിക്കത്തുള്ളൂ. അന്നത് നടന്നില്ലെങ്കിൽ പിന്നെ അവരതങ്ങ് ഉപേക്ഷിക്കും. കാരണം എന്താണെന്ന് മാഡത്തിന് അറിയില്ലേ? അതിൻ്റെ പിന്നാലെ പോയാൽ അവർ പിടിക്കപ്പെടുമെന്ന് അവർക്കറിയാം. പിന്നെ തിരിച്ചു വിളിച്ചാലും അവരെ കിട്ടില്ല. അപ്പോഴെൻ്റെ വിഷ്ണുവേട്ടനിലേക്ക് എത്താൻ എനിക്ക് യാതൊരു വഴിയില്ലെന്നാണോ റസാക്ക് പറയുന്നത്? അവരിലേക്ക് എത്താൻ വഴിയൊക്കെ ഉണ്ട് മാഡം. അത് അവരുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ മാത്രമാണ്. അതിനി ഓണായാലോ അതിലെ സിം മാറ്റി പുതിയ സിം ഇട്ടാലോ നമുക്ക് അവരിലേക്ക് എത്താം. അതുകൊണ്ട് മാഡം ഈ പണം എവിടെ നിന്നാണോ വാങ്ങിച്ചത് അവിടെ കൊണ്ടുപോയി തിരിച്ചേൽപ്പിക്കുക. ഇതിൽ വേറെ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. അതാ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മളിനി ചെയ്യേണ്ടതും അതുതന്നെയാണ്. ശാലിനിക്കും അതാണ് ശരിയെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ശാലിനിയും റസാക്കും ചേർന്ന് ആരാണ് ഇതിൻ്റെ പിന്നിലെന്നുള്ളത് കണ്ടുപിടിക്കും. നമ്മുടെ വിഷ്ണുവാണോ ഇതിൻ്റെ പിന്നിൽ കളിച്ചതെന്നും അറിയില്ല. ഒരു പക്ഷേ വിഷ്ണുവിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള പണമാണോ എന്നുള്ളതിൻ്റെ റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.